സൗദിയിലെ കിങ് അബ്ദുള്ള സ്പോർട്സ് സിറ്റി സ്റ്റേഡിയത്തിൽ നടന്ന സ്പാനിഷ് സൂപ്പർ കപ്പിന്റെ ആവേശകരമായ സെമി ഫൈനലിൽ അത്ലറ്റിക്കോ മാഡ്രിഡിനെ വീഴ്ത്തിയിരിക്കുകയാണ് റയൽ മാഡ്രിഡ്. അതെ, റയൽ മാഡ്രിഡ് വീണ്ടും അവരുടെ പോരാട്ട വീര്യം ലോകത്തിനു മുന്നിൽ കാണിക്കുകയാണ്. പലരും സാബിയുടെയും ഈ സംഘത്തെയും വിമർശിച്ചിരുന്നു. സ്വന്തം ആരാധകർ പോലും വിമർശിച്ചതായിരുന്നു. അവർക്കുള്ള മറുപടിയാണ് ഇന്ന് ജിദ്ദയിലെ സ്പോർട്സ് സിറ്റി സ്റ്റേഡിയത്തിൽ സാബിയും കൂട്ടരും കൊടുത്തത്. 1-2 ഗോളിനാണ് സ്പാനിഷ് വമ്പന്മാരുടെ ഈ വിജയം. മത്സരം തുടങ്ങി 26ാമത്തെ സെക്കൻഡിൽ തന്നെ ജൂഡ് ബെല്ലിംഗ്ഹാമിനെ അത്ലറ്റിക്കോ മാഡ്രിഡ് മിഡ്ഫീൽഡർ കോർണർ ഗല്ലഹർ ഫൗൾ ചെയ്യുന്നു. അതിനാൽ തന്നെ റയൽ മാഡ്രിഡിന് അനുകൂലമായി ഒരു ഫ്രീ കിക്ക് വിധിക്കുകയാണ്. കിക്കെടുക്കാൻ വരുന്നത് റയലിന്റെ 8ാം നമ്പർ ജേഴ്സി അണിഞ്ഞ ഫെഡറിക്കോ വാൽവെർദെ എന്ന ഉറൂഗ്യൻ താരം. എന്നാൽ കളി നേരിൽ കണ്ടവരും ലൈവായി കണ്ടവരുമൊക്കെ ഒരിക്കലും വിചാരിച്ചു കാണില്ല ആ പന്ത് ഡയറക്റ്റ് പോസ്റ്റിലേക്ക് തൊടുക്കുമെന്നും ഗോളായി മാറുമെന്നും. എന്നാൽ അവൻ്റെ പേര് ഫെഡറിക്കോ വാൽവെർദെ എന്നാണ്. ബുള്ളറ്റ് ഷോട്ടുകൾക്കും ലോങ് റേഞ്ചർ ഷോട്ടുകൾക്കും പേരുകേട്ട ഫെഡറിക് വാൽവെർദെ ഒരിക്കൽ കൂടി അയാളുടെ മാന്ത്രിക കാലുകൾ റയൽ മാഡ്രിഡിനെ രക്ഷിക്കുന്ന കാഴ്ച. പലരും പറഞ്ഞിരുന്നു ഇയാളെ ടീമിൽ നിന്നും പുറത്താക്കണം, ഇയാളെ കൊണ്ട് വലിയ പ്രയോജനമൊന്നുമില്ല. എന്നാൽ അങ്ങനെ പറഞ്ഞ് വിമർശിച്ചവരൊക്കെ കണ്ണ് തുറന്നു കാണുക. സെക്കൻഡ് ഹാഫിൽ റോഡ്രിഗോയാണ് റയൽ മാഡ്രിഡിന്റെ 2ാമത്തെ ഗോൾ നേടിയത്. ഇതോടെ റയൽ മാഡ്രിഡ് 2 ഗോളിന് മുന്നിട്ട് നിൽക്കുകയാണെങ്കിലും മത്സരത്തിന്റെ 58ാം മിനിറ്റിൽ അലക്സ് ബീനിയുടെ ക്രോസിൽ നിന്ന് അലക്സാണ്ടർ സോർലോത്ത് അത്ലറ്റിക്കോ മാഡ്രിഡിന് വേണ്ടി 1 ഗോൾ തിരിച്ചടിക്കുകയാണ്. നേരത്തെ ലാലിഗയിൽ അത്ലറ്റിക്കോ മാഡ്രിഡിനോടൊറ്റ വമ്പൻ തോൽവിക്കുള്ള പ്രതികാരം കൂടിയായിരുന്നു റയലിന്റെ ഈ മത്സരം. 5-2 തോറ്റ ക്ഷീണം അത്ലറ്റിക്കോയെ നോക്കൌട്ട് ചെയ്തതോടെ റയലിന് മാറിക്കിട്ടിരിക്കുകയാണ്. അതേസമയം സ്പാനിഷ് സൂപ്പർ കപ്പിന്റെ കലാശപ്പോരിൽ എൽ ക്ലാസിക്കോ മത്സരം കാണാം. ആദ്യ സെമി ഫൈനലിൽ അത്ലറ്റിക്കോ ബിൽബാവോയെ എതിരില്ലാത്ത 5 ഗോളിന് തകർത്ത ബാർസലോണ ഫൈനൽ ടിക്കറ്റ് ഓൾറെഡി ഉറപ്പിച്ചിരുന്നു. ഇന്നിതാ റയൽ മാഡ്രിഡും ഫൈനലിൽ കയറിയിരിക്കുന്നു. ഇന്ത്യൻ സമയം തിങ്കളാഴ്ച പുലർച്ചെയാണ് ഈ വർഷത്തെ ആദ്യ എൽ ക്ലാസിക്കോ നടക്കുന്നത്. ഗോളും അസിസ്റ്റുമായി ക്യാപ്റ്റൻ ഫെഡ മുന്നിൽ നിന്ന് നയിച്ച രാത്രിയാണ് ഇന്ന് ആരാധകർ കണ്ടത്. അതോടുകൂടി ഡീഗോ സിമിയോണിയുടെ അത്ലറ്റിക്കോ മാഡ്രിഡിനെതിരെ റയൽ മാഡ്രിഡ് വിജയിക്കുകയാണ്. മത്സരം ആരംഭിച്ച് നിമിഷങ്ങൾക്കുള്ളിൽ ലഭിച്ച ഫ്രീ കിക്കിൽ ഒരു സ്റ്റണ്ണർ കിക്കെടുത്തുകൊണ്ട് റയൽ മാഡ്രിഡിന് ആദ്യം ലീഡ് നൽകിയത് ഫെഡറിക് വാൽവെർദെ ആയിരുന്നു. എന്നാൽ 2ാം പകുതിയിൽ റോഡ്രിഗോയുടെ ഉജ്ജ്വല ഗോളിന് വഴിയൊരുക്കുകയും അയാൾ ചെയ്യുന്നുണ്ട്. ഒട്ടും കൺവിൻസിംഗ് അല്ലാത്ത രീതിയിൽ പ്രതീക്ഷകളെക്കാൾ കൂടുതൽ ആശങ്കകൾ ഉയർത്തുന്ന പെർഫോമൻസ് തുടരുമ്പോഴും ഒരു എൽ ക്ലാസിക്കോ വിജയം നേടാൻ കഴിഞ്ഞാൽ സാബിയുടെ മുന്നിലെ പ്രതിസന്ധികൾ താൽക്കാലികമായെങ്കിലും പരിഹരിക്കപ്പെടുമെന്നത് യാഥാർത്ഥ്യമാണ്. മറിച്ച് സൂപ്പർ കപ്പ് ഫൈനലിൽ എൽ ക്ലാസിക്കോ പരാജയപ്പെട്ടാൽ സാബിയുടെ മുന്നോട്ടുള്ള പ്രയാണം അതീവ ദുഷ്കരമാകും. അതെ, ഡെർബി ജയിച്ചില്ലായിരുന്നുവെങ്കിൽ സാബിയുടെ കാര്യവും അല്പം പരുങ്ങലിലായേനെ. എന്തായാലും റയൽ മാഡ്രിഡ് രക്ഷപ്പെട്ടിരിക്കുന്നു. കളിയുടെ നിയന്ത്രണം സത്യത്തിൽ അത്ലറ്റിക്കോ മാഡ്രിഡിന്റെ കൈവശമായിരുന്നു. സ്റ്റാറ്റുകൾ നോക്കിയാൽ റയൽ മാഡ്രിഡ് എങ്ങനെ ജയിച്ചുവെന്ന് പോലും പലർക്കും സംശയം തോന്നാം. പക്ഷേ ഗോളാകാതെ കളി ജയിക്കില്ലല്ലോ. കുർട്ടോയ്സ് പതിവ് പോലെ തന്നെ നല്ല ഫോമിലായിരുന്നു. 5 സേവുകളാണ് അയാൾ ഈ മത്സരത്തിൽ നടത്തിയത്. മത്സരത്തിലെ ഏറ്റവും മികച്ച മൊമെന്റ് 2ാം മിനിറ്റിലെ ഫ്രീ കിക്കായിരുന്നു. വാൽവെർദെ കിക്കെടുക്കാൻ നിൽക്കുമ്പോഴും പലരും ഇത്രയും ഷാർപ്പ് കിക്കർ ഷോട്ടാകുമെന്ന് കരുതിയില്ലായിരുന്നു. പണ്ട് കാർലോസ് അടിച്ചു കൂട്ടിയതുപോലെ ഒരു കിൻഡൽ വെയിറ്റ് ഷൂട്ടായിരുന്നു അത്. ഒബ്ലാക്കിന് പന്ത് കാണുന്നതിന് മുമ്പേ തന്നെ വല കുലുങ്ങിക്കഴിഞ്ഞിരുന്നു. കളിയിൽ 2 ടീമും തമ്മിലുള്ള പ്രധാന വ്യത്യാസം മൂപ്പർ തന്നെയായിരുന്നു. 2ാം മിനിറ്റിലെ ഗോളിന് പുറമെ 55ാം മിനിറ്റിൽ റോഡ്രിഗോയുടെ ഗോളിന് വഴിയൊരുക്കിയതും വാൽവെർദെ തന്നെയായിരുന്നു. ഒരു സമയത്ത് കളിക്കാൻ ഇടം ലഭിക്കാതെ ടീമിൽ നിന്ന് പുറത്തു പോകാൻ ഒരുങ്ങി നിന്നിരുന്ന റോഡ്രിഗോ തന്നെ വിജയ ഗോൾ നേടിയെന്നതും സാബിയുടെ ജീവൻ നീട്ടി നൽകിയെന്നതും രസകരം തന്നെയാണ്. വിനീഷ്യസിന്റെ ഫോം നഷ്ടമായത് റയലിന് ഒരു ബാധ്യതയായി വരുന്നുണ്ട്. എംബാപ്പ വരുമ്പോൾ അയാളെ വിങ്ങിൽ കളിപ്പിച്ച് ഗാർഷ്യയെ സ്ട്രൈക്കറായി ടീം സെറ്റ് ചെയ്യാനുള്ള സാധ്യതകൾ സാബിയുടെ ഭാഗത്തു നിന്നും പ്രതീക്ഷിക്കാം.
എന്നിരുന്നാലും കാത്തിരുന്ന് കാണാം. ഞായറാഴ്ച രാത്രി അഥവാ തിങ്കളാഴ്ച പുലർച്ചെയാണ് ആ എൽ ക്ലാസിക്കോ ഫൈനൽ മത്സരം ജയിക്കുന്നത്. ആ എൽ ക്ലാസിക്കോയിൽ ആര് ജയിക്കുമെന്നത് നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തും.